ഹായ് ഓൾ, ACUR എക്സാംസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ യൂണിവേഴ്സിറ്റി എക്സാംസ് എങ്ങനെ നന്നായി അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ എക്സാം ഏറ്റവും ബെറ്ററായിട്ട് എങ്ങനെ എഴുതാം എന്നുള്ളതിൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. എക്സാം എഴുതി കഴിയുമ്പോൾ അല്ലെങ്കിൽ എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ എല്ലാവരുടെയും കുറേ പരാതികളാണ്. നന്നായിട്ട് എഴുതിയിരുന്നു എന്നാൽ മാർക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ എല്ലാം അറിയാമായിരുന്നു എനിക്ക് സമയം കിട്ടിയിട്ടില്ല, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇതൊക്കെ നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്ത് നമുക്കറിയാം നമ്മൾ പഠിച്ചിരിക്കുന്നത് വെച്ച് അതിൽ മാക്സിമം എങ്ങനെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതിനുള്ള കുറച്ച് ട്രിക്കുകളാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ടൊന്ന് ആദ്യം വായിച്ച് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം മാത്രം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് അറിയുന്നുണ്ടാവും, ചില ക്വസ്റ്റ്യൻസ് അറിയാത്തതുണ്ടാവും. എന്നാൽ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല, അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്നർ മൈൻഡ് പതിയെ പഴയ നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മറന്നുപോയ ആൻസേഴ്സ് പെട്ടെന്ന് ഓർമ്മ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആൻസർ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായിട്ടൊന്ന് വായിച്ചു നോക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ആൻസേഴ്സ് ഷഫിൾ ചെയ്ത് എഴുതാതിരിക്കുക. എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ഷഫിളിംഗ് ഒന്നും കുഴപ്പമില്ല, എന്നാലും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതി പിന്നെ 12 പിന്നെ 2 പിന്നെ 8 എന്നൊക്കെ പറഞ്ഞ ഒരു തീരെ ഒരു ഓർഡർ ഇല്ലാത്ത രീതിയിൽ ആൻസർ ചെയ്യാതിരിക്കുക. കാരണം പേപ്പർ നോക്കുമ്പോൾ അത് ടീച്ചേഴ്സിന് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് തന്നെയായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പറയാനുള്ളത്, ആൻസർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എഴുതുക. വെറുതെ വാരി വലിച്ചെഴുതാതെ, കുത്തി വരച്ചെഴുതാതെ, വായിക്കുന്ന മനസ്സിലാകുന്ന രീതിയിലും അതുപോലെ തന്നെ കൃത്യമായിട്ട് കോളംസ് വരയ്ക്കേണ്ടതാണെങ്കിൽ അങ്ങനെ വരച്ചും ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആൻസർ ഷീറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മാത്രം മതി. പോയിന്റ് ഇട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മാത്രം മതി. അത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ സമയം കളയേണ്ട ആവശ്യമില്ല. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ലിസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മാത്രം മതി. നെക്സ്റ്റ് വൺ, ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, രണ്ട് കാര്യങ്ങളുടെ ഡിഫറൻസസ് ചോദിക്കുവാണെങ്കിൽ അത് കോളം വരച്ച് തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ്റെ 2 കോളം, 2 ടോപ്പിക്സ് എന്താണോ അതിൻ്റെ കോളം വരച്ചിട്ട് എഴുതുക. കാരണം അങ്ങനെ എഴുതുമ്പം ഒന്ന് നമുക്ക് സമയം ലാഭിക്കും, പിന്നെ നോക്കുന്നവർക്ക് ഈസി ആയിട്ട് മാർക്ക് ഇടാനൊരു ടെൻഡൻസി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം അത് 2 ടോപ്പിക്ക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം കോളം വരച്ച് ഡിഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ് വൺ, എസ്സേ എഴുതുന്ന കേസാണ്. എസ്സേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പാരഗ്രാഫ് തിരിച്ചെഴുതാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇനി പോയിന്റ്സ് ഒക്കെ ഉള്ളതാണെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്യുക. പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. മുഴുവനായിട്ട് എഴുതേണ്ട കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ പാരഗ്രാഫ് തിരിച്ചെഴുതുക. അല്ലാതെ മുഴുവൻ ഒറ്റയടിക്ക് എഴുതി കഴിഞ്ഞാൽ ഇതിൽ എവിടെയാണ് ആൻസർ എന്നോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്നോ മനസ്സിലാവില്ല. ഇനി അത് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയും ഉണ്ടെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ഉള്ളിടത്ത് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. പെൻസിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്താലും മതി. അതുപോലെ തന്നെ എസ്സേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, ഞാനിത് പ്രോബ്ലത്തിൻ്റെ കേസ് അല്ല പറയുന്നത്, തിയറിയുടെ കേസാണ്. എസ്സേ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഒരു പാരഗ്രാഫിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും ദെൻ നമ്മുടെ കണ്ടന്റ് എഴുതുക. ലാസ്റ്റ് ഒരു പാരഗ്രാഫിൽ ചെറിയ രീതിയിലൊരു കൺക്ലൂഷനുമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബെറ്റർ ആൻസർ ആയിട്ട് മാറും. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പറിൻ്റെ കേസാണ്. ക്വസ്റ്റ്യൻ നമ്പർ ഒരിക്കലും മറക്കരുത്. ആവേശത്തിൽ നമ്മൾ അറിയുന്ന ആൻസർ കാണുമ്പോൾ പെട്ടെന്ന് ആൻസർ ചെയ്യും, പക്ഷേ ചിലപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറന്നു പോകും. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് ഇട്ടെന്ന് ഉറപ്പ് വരുത്താം. അതുപോലെ തന്നെ അത് മാർജിൻ്റെ പുറത്തിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ മാക്സിമം മാർജിൻ്റെ പുറത്തിടുക. ഉള്ളിലിട്ട് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനും ക്വസ്റ്റ്യൻ നമ്പറും എല്ലാം കൂടെ, പ്രത്യേകിച്ച് പ്രോബ്ലം പേപ്പറും കൂടി ആണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആവും. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടെന്ന് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോകാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പം മാർജിൻ്റെ ഉള്ളിൽ, മാർജിൻ്റെ അകത്ത് തന്നെയായിട്ട് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഇടുക. പിന്നെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന പോയിന്റ്സ് ഒക്കെ എഴുതുന്ന കേസിൽ പോയിന്റ്സ് എഴുതുമ്പം 1, 2, 3 എന്ന് എഴുതാതെ ഒന്നെങ്കിൽ ബുള്ളറ്റ്സോ അല്ലെങ്കിൽ ABC എന്നോ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുക. കാരണം അത് നമ്മുടെ ഒറിജിനൽ ആൻസറിൻ്റെ ക്വസ്റ്റ്യൻ നമ്പറുമായിട്ട് മിക്സ് ആയി പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 1, 2, 3 ഒഴിവാക്കാൻ വേണ്ടി പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3 ആണല്ലോ ഇടുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന പോയിന്റ്സ് ABCD എന്നോ അല്ലെങ്കിൽ ബുള്ളറ്റ്സോ ഇങ്ങനെ കുത്തുകളൊക്കെ ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പേജ് ബ്ലാങ്ക് ആക്കി വിടാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം.
പേജ് ബ്ലാങ്ക് ആക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് പേജിൽ ആൻസർ ഇല്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ച് വാല്യുവേഷൻ നിർത്തി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അത് ഒഴിവാക്കി ഇൻ കേസ് ബ്ലാങ്ക് ആയി പോയി എന്ന് വിചാരിക്കുക എങ്കിൽ നെക്സ്റ്റ് പേജിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ആരോ മാർക്കോ അല്ലെങ്കിൽ പ്ലീസ് ടേൺ ഓവർ PTO എന്നിട്ടൊരു ആരോ മാർക്കോ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ വാല്യൂ ചെയ്യുന്ന ടീച്ചേഴ്സിന് അത് മനസ്സിലാവും, നെക്സ്റ്റ് പേജിൽ ആൻസർ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും. അതുപോലെ തന്നെ ബ്ലാങ്ക് ആയി പോയ പേജ് മാക്സിമം കട്ട് ചെയ്യാതിരിക്കുക കേട്ടോ. കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ആൻസർ ഷീറ്റ് എഴുതിയിട്ട് ലാസ്റ്റ് പേജ് കട്ട് ചെയ്ത് വിടുകയല്ലേ ചെയ്യുക. ചിലപ്പോൾ ആൻസർ തീർന്നു എന്ന് വിചാരിച്ച് അവിടെ വെച്ചിട്ട് വാല്യുവേഷൻ നിർത്തും. അപ്പോൾ ഒരിക്കലും ഇൻ കേസ് വിട്ടുപോയ പേപ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ, ബ്ലാങ്ക് ആയിട്ട് വിട്ടുപോയ പേപ്പർ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക. പകരം അതിന് നെക്സ്റ്റ് പേജിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ആരോ മാർക്കോ എന്തെങ്കിലും ഒരു നോട്ടോ എഴുതി വെക്കുക. നെക്സ്റ്റ് പറയാനുള്ളത്, ഒരു ആൻസർ നമ്മൾ എഴുതിയിട്ട് അത് തെറ്റിപ്പോയി അത് വീണ്ടും റീറൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ എഴുതിയ ആൻസർ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ മാത്രം മതി. അത് മുഴുവൻ കുത്തി വരച്ച് ആ പേപ്പർ വൃത്തികേടാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യുക. ഇനി പ്രോബ്ലം പേപ്പർ ചെയ്യുമ്പം ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അത് ഒന്നാമത്തെ കാര്യം, നമ്മൾ എഴുതുന്ന 0 അതുപോലെ തന്നെ പ്ലസ് മൈനസ് സിമ്പലുകൾ ഇതൊക്കെ ഒരിക്കലും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 0 ഒന്ന് കൂടിയാലോ ഒന്ന് കുറഞ്ഞാലോ ഒക്കെ ആൻസർ മുഴുവനായിട്ട് തെറ്റിപ്പോകും. 100ന് പകരം ചിലപ്പോൾ 1000 ആയി പോവും, 10,000ന് പകരം 1,00,000 ഒക്കെ ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ 0യുടെ കേസും മെയിൻ ആയിട്ടും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്ലസ് മൈനസ് സിമ്പിൾ ഇടുന്നത്. പിന്നെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം ബ്രാക്കറ്റിലുള്ളത് എങ്ങനെയാണ്, ബ്രാക്കറ്റിന് പുറത്തുള്ളത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ ബോർഡ് മാസ് യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ കൂടെ പറയാനുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത്. സയന്റിഫിക് കാൽക്കുലേറ്റർ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ട് തന്നെ പോകണം. നമ്മൾ എക്സാമിന് പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ മൊബൈലിലൊക്കെ ആയിരിക്കും കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നുണ്ടാവുക. സയന്റിഫിക് കാൽക്കുലേറ്റർ എടുത്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാകുന്നുണ്ടാവില്ല. റൂട്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പഠിച്ചിട്ട് തന്നെ വേണം പോകാൻ വേണ്ടിയിട്ട്. ദെൻ അതിൽ നമ്മളിപ്പം പ്ലസും മൈനസും ഇൻറ്റും എല്ലാം ഒന്നിച്ച് വരുന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ആൻസർ ചെയ്യുക എന്നുള്ളത് പഠിക്കണം. ഇല്ലെങ്കിൽ ഫൈനൽ ആൻസർ തെറ്റിപ്പോവും, എന്തായാലും തെറ്റും. അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ട്സ് ഒക്കെ വരയ്ക്കുന്ന കേസിലാണെങ്കിൽ അക്കൗണ്ട്സ് വരയ്ക്കുമ്പോഴോ പ്രോബ്ലം ചെയ്യുമ്പോഴോ കോളംസ് ഒക്കെ വരയ്ക്കണം. കൃത്യമായിട്ട് പെൻസിലും സ്കെയിലും യൂസ് ചെയ്ത് കോളം വരച്ച് വൃത്തിയിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് കാളം പൂളം വരച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് നമ്മൾ എഴുതിയതിനും കൂടെ മാർക്ക് തരാൻ തോന്നാത്ത രീതിയിൽ എഴുതരുത്. ഓക്കെ. പിന്നെ ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെക്ഷൻ ഉണ്ടാവും അല്ലേ, സെക്ഷൻ A, B, C എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു സെക്ഷൻ ഇപ്പം A തന്നെ ആദ്യം എഴുതണം എന്നില്ല, നിങ്ങൾക്ക് B ആണ് എഴുതാൻ തോന്നുന്നതെങ്കിൽ സെക്ഷൻ B എന്ന് എഴുതിയാൽ മാക്സിമം സെക്ഷൻ B മുഴുവനായിട്ട് എഴുതിയതിന് ശേഷം നെക്സ്റ്റ് സെക്ഷൻ എഴുതുക. ഓരോ സെക്ഷൻ വൈസ് എഴുതുമ്പോൾ ആ പേപ്പർ നോക്കാൻ കുറച്ചും കൂടെ ഒരു താല്പര്യം തോന്നും. നെക്സ്റ്റ് വണ്ണാണ് ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. നമുക്ക് കിട്ടിയിരിക്കുന്ന സമയത്തിന് ഓരോ സെക്ഷനിൽ നമ്മൾ എത്ര സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, നമ്മുടെ ടോട്ടൽ ടൈം എത്രയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിൽ വെച്ച് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ലാസ്റ്റിലേക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടാത്ത ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. അതുപോലെ തന്നെ ഷുവർ ആൻസേഴ്സ് ഉണ്ടെങ്കിൽ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം ഉറപ്പാണ് ഉള്ള ആൻസേഴ്സ് ഒരിക്കലും ലാസ്റ്റിലേക്ക് വെക്കരുത്. ചിലപ്പം ടൈം കിട്ടാതെ വന്നാൽ നമുക്ക് മുഴുവൻ കിട്ടേണ്ടതായിട്ടുള്ള മാർക്കുകളായിരിക്കും നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഷുവർ ആൻസേഴ്സ് ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. അതെ, എസ്സേ ക്വസ്റ്റ്യൻസ് ഒരിക്കലും അറിയില്ലെങ്കിലും എഴുതാതെ വിടരുത്. എസ്സേ ക്വസ്റ്റ്യൻസ് ഒന്നും അറിയില്ലെങ്കിലും ജസ്റ്റ് അറ്റൻഡ് ചെയ്യുമെങ്കിലും ചെയ്യുക, ചെറിയൊരു മാർക്കെങ്കിലും കിട്ടും. 1 മാർക്ക് കിട്ടിയാൽ പോലും അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എസ്സേ ക്വസ്റ്റ്യൻസ് ഒന്നും ഒരിക്കലും ഒഴിവാക്കി വിടരുത്. അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ടൈം ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യുക. നമുക്ക് സീലിംഗ് ആണല്ലോ വരുന്നത് അല്ലേ, മാക്സിമം സീലിംഗ് ആണ് മാർക്ക് ഇടുക. അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും വാല്യൂ ചെയ്തിട്ട് എല്ലാ മാർക്കും ആഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പോലും വിട്ടുപോകാതെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ, ടൈം ഉണ്ടെങ്കിൽ എല്ലാം അറ്റൻഡ് ചെയ്യുക. ഇനി ലാസ്റ്റായിട്ട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഫൈനലായിട്ട് ആൻസർ ഷീറ്റ് കൊടുക്കുന്നതിൻ്റെ മുന്നേ ഒന്നുകൂടെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് വായിച്ച് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ എല്ലാം കറക്റ്റായിട്ട് ഇട്ടിട്ടില്ലേ നോക്കുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ നമ്പർ അറിയാതെ വന്നു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും അണ്ടർലൈൻ ചെയ്യാൻ ബാക്കിയുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ രജിസ്റ്റർ നമ്പറൊക്കെ എഴുതിയത് കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്തതിന് ശേഷം വേണം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കി എഴുതിയാൽ തന്നെ നമ്മൾ പഠിച്ച ഒരു സബ്ജക്റ്റ് എത്രത്തോളം പഠിച്ചിട്ടുണ്ടോ അത് വെച്ചിട്ട് നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ എക്സാം ടൈമാണ്. ഇതൊക്കെ നോക്കി എല്ലാവരും എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.